ഹായ് ഹലോ അച്ചുവാണേ. അപ്പം നമുക്കിന്ന് അടിപൊളി ചക്കയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ചക്ക അരിഞ്ഞു വെച്ചതും റവയും വെല്ലം ഉരുക്കിയതും ഏലക്കയും ജീരകവും പൊടിച്ചതും പുട്ടുപൊടിയും ഒക്കെ എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ. അപ്പം എന്തായാലും പാത്രം അടുപ്പ് വെച്ച് നന്നായി ചൂടായി വരട്ടെ. നല്ല ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ ചക്ക വരട്ടാനായി അടുപ്പ് വെച്ചേക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല പഴുത്ത ചക്ക അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നന്നായി അതിനെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. നല്ല അടിപൊളി മധുര ചക്കയ്ക്ക്. സാധാരണ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്കൊരു വിഷമമല്ലേ. ഞാൻ എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ചക്ക ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയുണ്ട്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ ചക്ക വരട്ടുന്നവരാണ് കേട്ടോ നമ്മുടെ ചക്കയപ്പത്തിൻ്റെ ടേസ്റ്റ് മൊത്തം ഉള്ളത്. ചക്ക നന്നായി ഇളക്കി ഇളക്കി അതിനെ എന്താ പറയുക അടിപൊളി പരുവത്തിലാക്കി എടുക്കും നമ്മൾ എന്തായാലും. അതിൻ്റെ കൂടെ നമ്മൾ ജീരകവും ഏലക്കയും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തം ഞാൻ ചേർത്തില്ല കേട്ടോ, കുറച്ചെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ എന്തായാലും ഏലക്കയും ജീരകവും കൂടി ഇട്ട് ഇളക്കി ഇളക്കി പരുവാക്കി ഇതിലേക്ക് നമ്മളിനി ഒഴിച്ചു കൊടുക്കുന്ന നല്ല ശർക്കരപ്പാനിയാണ് കേട്ടോ. ശർക്കരപ്പാനിയും മൊത്തം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനിയാണ് പണി. ഇതിന് ഇനി വരട്ടി 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 അതിൻ്റെ കളറ് തന്നെ മാറും. ടെക്സ്ചറും കളറും ഒക്കെ മാറും ചക്ക വരട്ടി വരുമ്പോഴത്തേക്കും. എന്താ നല്ലതാ ഈ പരുവത്തിലായി വരും. ഇങ്ങനെ ഇളക്കി ഇളക്കി കൈവേദന എടുക്കും, എന്നാലും നമ്മൾ ഇളക്കും. ഇതിലേക്ക് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന റവയും പുട്ടുപൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇതുപോലെ അല്ല, ഇതുപോലെ ഇളക്കി 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 എടുക്കണം. ഇതാ ഞാൻ നെയ്യ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഈ സമയത്ത് ഞാൻ നെയ്യും കൂടി ചേർത്ത് ബാക്കി വന്നിരുന്ന ശർക്കരപ്പാനിയും ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലിപ്പാത്രം എന്തായാലും അടുപ്പ് വെച്ച് നന്നായി ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് സാധാരണ ഇടനയിലയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇടനയില കിട്ടാത്തതിൻ്റെ പേരിൽ വട്ടയില എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ വട്ടയിലയിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചക്ക എടുത്ത് വെച്ച് ഇങ്ങനെ പരത്തി ചതുരത്തിൽ മടക്കിയെടുക്കും. അപ്പോൾ അതുപോലെ എല്ലാം നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. വേഗം ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ട്, ചൂടധികം ആറാതെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ ചക്കയും നമ്മൾ വട്ടയിലക്കുള്ളിൽ പൊതിഞ്ഞു. അടുപ്പത്ത് നല്ല ഇഡ്ഡലി സിമ്മിൽ നാവിയും വരാൻ തുടങ്ങി. ഓരോ ചക്കയപ്പമായിട്ട് പെറുക്കി പെറുക്കി അങ്ങ് വെച്ച് കൊടുക്കാം. അധികം വേവൊന്നുമില്ല കേട്ടോ, നമ്മൾ നേരത്തെ എല്ലാം വഴറ്റിയെടുത്തതായതുകൊണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ട് തുറന്ന് നോക്കാം ഇഡ്ഡലി പാത്രം. ആഹാ, ഈ സമയത്ത് ശരിക്കും വേറെ ഇടനേലേൻ്റെ മണമാണ് കേട്ടോ. ഇടനേല കിട്ടാനില്ല നമ്മുടെ നാട്ടിൽ. എൻ്റെയൊക്കെ വീട്ടിൽ കിട്ടാനുണ്ട്, ഇവിടെ കിട്ടാനേ ഇല്ല. അതുകൊണ്ട് നമ്മൾ വട്ടയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. നല്ല ചക്കയപ്പത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. എന്തായെന്നറിയാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് മെല്ലെ തുറന്നു നോക്കി. വെന്തോന്നൊക്കെ ഒന്ന് അറിയണേ നമുക്ക്. അതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ല സോഫ്റ്റ് ആണ്, അധികം കട്ടിയായിട്ടോ ഒന്നുമില്ല, പാകത്തിനായി വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കത്തി എടുത്തൊരു ചെറിയ പീസ്, നല്ല ചൂടുണ്ട് എന്നാലും മുറിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.